ഷബിൻ വർക്കിയിലേക്ക് ആദ്യം. ഷബിൻ വർക്കി, നിങ്ങൾ തൂത്തുവാരി 2019 പോളിംഗ് ശതമാനം 77%. അത് സംശയമില്ലാതെ പറയണം രാഹുൽ തരംഗമാണ്. എത്ര കൂട്ടിയാലും 77ലേക്ക് എത്താൻ കഴിയില്ല. പരമാവധി അത് ഇപ്പോൾ 70 കഴിഞ്ഞാൽ പരമാവധി 72 അല്ലെങ്കിൽ 73. ആ നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ടോ? ഇമ്പാക്ട് ഈ ദിവസം എന്തുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? അബിൻ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ പാർലമെന്റ് സീറ്റുകളിൽ 20 സീറ്റും നേടി ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളിപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കണക്കുകൾ അതാണ് പറയുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വികാരം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായ കുറേയേറെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ ഡിലീറ്റഡ് ആയ വോട്ടുകൾ പോലും ക്രമനമ്പറുകളിൽ നിന്ന് മാറ്റാത്തത് കാരണം ശതമാന കണക്കെടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ശതമാനം എടുക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ കുറവുകളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ബൂത്തിൽ തന്നെ ഞാൻ ഇന്ന് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 85 യുവാക്കളാണ് കഴിഞ്ഞ ഒരു കുറച്ചു കാലങ്ങൾക്കുള്ളിൽ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. നമ്മുടെ വോട്ടുണ്ടായിരുന്നവർ. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ കണക്കുകളുണ്ട്. അവരൊക്കെ വന്നും പോയി ഇരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിലെ കണക്കുകളുടെ കുറവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ രണ്ടാമത്, ഇപ്പോൾ വന്ന വോട്ടിംഗ് ശതമാനത്തിനപ്പുറം ഇനി വീടുകളിൽ ചെന്ന് 85 വയസ്സിൽ മുകളിലുള്ളവരുടെ വീടുകളിൽ ചെന്ന് വോട്ട് ചെയ്തതിന്റെ കണക്കുകൾ കൂടി വരാറുണ്ട്. അപ്പോൾ അന്നേരത്തേക്കും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് സ്വതന്ത്രവും നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പൊ സ്വതന്ത്രവും നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അസാധാരണ വാർത്താക്കുറിപ്പ് എന്തെങ്കിലും പേടിയുടെ സൂചനയാണോ അബിൻ? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ നിങ്ങൾ ഇന്ന് കണ്ടതാണ്, ഈ കേരളത്തിന്റെ പല ബൂത്തുകളിലും മണിക്കൂറുകൾ, ഏതാണ്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറുകളോളം തന്നെ ക്യൂ നിൽക്കേണ്ട കാഴ്ച വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലായതിന്റെ പോരായ്മ പല ബൂത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ചില സ്ഥലങ്ങളിൽ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ കംപ്ലൈന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 6 മണിക്ക് ശേഷം കംപ്ലൈന്റ് ആയ സമയം അത്രയും നീട്ടിക്കൊടുക്കാറുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ആ കംപ്ലൈന്റ് ആയ സമയം നീട്ടിക്കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലുടനീളം, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തിൽ നിന്നാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ശരിയല്ല, പക്ഷെ കേരളത്തിൽ ഉടനീളം ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് പല പാർലമെന്റ് മണ്ഡലങ്ങളിലെയും പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ മെല്ലെപ്പോക്കുണ്ടായി. അത് മാത്രമല്ല, ഇപ്പോൾ വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ലാഗിംഗ് ആയിരുന്നു. ഒരാൾ വോട്ട് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അവർക്ക് എടുക്കേണ്ട സമയം വലിയ ലാഗിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ക്യൂ നിന്ന് പലരും തിരിച്ചു പോയവരുണ്ട്. ആ തിരിച്ചു പോയവർക്ക് അവർ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ തന്നെ വെയിൽ കനക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നവരാണ് പലരും. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ അതിനനുസരിച്ച് പെരുമാറാത്തത് കാരണം, മെല്ലപ്പോക്കായത് കാരണം പലരും വോട്ട് ചെയ്യാതെ തിരിച്ചുപോയ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതും കൂടി ചേർത്തിട്ടാണ് ഈ വോട്ടിംഗ് ശതമാനം കുറവ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇതാണ്. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട EP ജയരാജനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് 2 ദിവസമായി ഇവിടെ വാർത്താ കോളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സഖാവ് EP ജയരാജൻ പറഞ്ഞത്, ഞാൻ ഒരു തരത്തിലും ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ EP ജയരാജൻ പറഞ്ഞത്, ഈ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ കഥ പറഞ്ഞതുപോലെയാണ് ഇന്ന് EP ജയരാജന്റെ കഥ വന്നത്. അതായത് തിരുവനന്തപുരത്തേക്കടെ അങ്ങനെ പോകുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ EP ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ കയറി എന്നാലൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പ്രകാശ് ജാവ്ദേക്കർ കരുതി എന്നൊക്കെയാണ് സഖാവ് EP ജയരാജന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. മുന്നിൽ പ്രകാശ് ജാവ്ദേക്കർ, അപ്പൊ EP ജയരാജൻ പറഞ്ഞു, ഒരു നമസ്കാരം പറഞ്ഞു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. അപ്പം പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞാലോ? അപ്പൊ EP ജയരാജൻ പറഞ്ഞു, ഇല്ല, രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല, എനിക്ക് തിരക്കുണ്ട്, നിങ്ങൾ ചായ കുടിച്ചിട്ട് പോകും, ഒരുമിച്ച് ഇറങ്ങി, അത്രേ ഉണ്ടായുള്ളൂ എന്നാണ് EP പറഞ്ഞത്. അബിൻ. അതെ. അപ്പൊ ഇത് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കരായ ജനതയാണോ കേരളത്തിലുള്ളത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതിന്റെ EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തുടങ്ങിയതിനു മുമ്പ്, ഈ തുടങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് EP ജയരാജൻ പറഞ്ഞത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളിൽ പലരും മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വൈദേഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നത് എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ
ജാവദേക്കർ മികച്ച സ്ഥാനാർത്ഥിയാണ്. ഈ CPM EP ജയരാജനെ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ 5ഓളം മികച്ച സ്ഥാനാർത്ഥികൾ BJPക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് V മുരളീധരൻ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, അതുപോലെ തന്നെ കോഴിക്കോട് MT രമേശ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. അതാ MT രമേശിന്റെ അഭ്യർത്ഥനയിൽ EP ജയരാജന്റെ അപ്രീസിയേഷനോട് കൂടിയുള്ള സ്ഥാനാർത്ഥിയാണ് താൻ എന്ന് എഴുതി വെച്ച് BJPക്കാരന് അഭ്യർത്ഥന കൊടുത്തിട്ട് പോലും ഇവിടെ ഒരു CPMകാരനും അതിനെ തള്ളിപ്പറയുകയോ EP ജയരാജനെ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. EP ജയരാജൻ നമ്മുടെ മുമ്പിൽ വന്ന് പച്ചക്കള്ളം പറഞ്ഞു. എന്താണ്? ഞാൻ ജാവദേക്കറെ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമില്ല, എന്റെ മകൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ന് അതേപോലെ യൂട്ടേൺ അടിച്ചു. എന്ത് പറഞ്ഞു? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആ കഥക് തുറന്നപ്പോൾ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ട EP ജയരാജൻ കഥക് തുറന്ന് പ്രകാശ് ജാവദേക്കറെ കണ്ടു. എന്തുണ്ട് കഴിക്കാൻ എന്ന് ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷോപ്പിൽ ചോദിച്ചതുപോലെ നമുക്ക് കുറച്ച് രാഷ്ട്രീയം സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് തിരക്കൊണ്ട് പോകണം, അതുകൊണ്ട് താങ്കൾ ഒരു ചായ കുടിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി ചായ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതൊക്കെ വിശ്വസിക്കുന്ന നിഷ്കളങ്ക ലോകമാണോ? അതും മാത്രമല്ല, ഇന്ന് സഖാവ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ ആരും ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിണറായി വിജയൻ ഇത് തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? പ്രകാശ് ജാവദേക്കറെ കാണുന്നതിൽ തെറ്റില്ല. പ്രകാശ് ജാവദേക്കറെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ ഹാഷ്മി, അതിലൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? 2021 പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചതാണ്. അദ്ദേഹം പൂർണ്ണമായ സംഘടനാ ചുമതലയുള്ള BJPയുടെ നേതാവാണ്. ഈ BJPയുടെ നേതാവ് കേരളത്തിൽ വരുന്നത് സംഘടനാ പ്രവർത്തനത്തിന് മാത്രമാണ്. എന്ത് കാര്യത്തിനാണ് പലതവണ ഈ സ്റ്റേറ്റ്മെന്റ് അടിവരയിട്ട് പറയുന്നു, പലതവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രകാശ് ജാവദേക്കറെ കാണാനിടയായ സാഹചര്യം എന്താണ്? ഒന്ന്, ഞാനിപ്പോൾ ഇന്റർനെറ്റ് മുഴുവൻ പരിധി നോക്കി. പ്രകാശ് ജാവദേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പൊതുപരിപാടിയുടെയും ചിത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ പലതവണ BJPയുടെ സംഘടനാ പ്രഭാരി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കുശല സംഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? EP ജയരാജൻ കണ്ടതിനെ ഇന്ന് ജാഗ്രത കുറവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോ പിണറായി വിജയൻ കണ്ടതിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ജാഗ്രത കുറവെന്ന് നന്ദകുമാറിന്റെ കാര്യത്തില അല്ല, ജാഗ്രത കുറവെന്ന് പറഞ്ഞ നന്ദകുമാറിന്റെ കാര്യത്തില കേട്ടോ. ജാവദേക്കറുമായി സന്ദർശനം നടത്തിൽ മുഖ്യമന്ത്രി പിണറായി ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നത്തില്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ നന്ദകുമാറിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2011 വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. ഈ നന്ദകുമാറിനും VS അച്യുതാനന്ദനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. വിവാദ ദല്ലാൽ എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഏത് നന്ദകുമാർ എന്നാ ചോദിച്ചത്. 2011 തന്നെ അദ്ദേഹം VS അച്യുതാനന്ദനുമായി കൂട്ടിക്കിഴിച്ചുകൊണ്ട് CPMന്റെ ഗ്രൂപ്പ് പോരിൽ നന്ദകുമാറിന് വലിയ പങ്കുണ്ടെന്ന് ഈ സാക്ഷാൽ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ നന്ദകുമാറിനെ പറ്റിയാണ് അദ്ദേഹം ഇന്നും നിൽക്കട്ടെ. സഖാവ് EP ജയരാജന് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം നമുക്കറിയാലോ.